ഹായ് ഓൾ, റീൻസ് ടോക്കിലേക്ക് ഇതാ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു ഓണക്കിറ്റുമായിട്ടാണ്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓണക്കിറ്റ് കിട്ടുന്നത്. റേഷൻ കടയിൽ പോയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓണക്കിറ്റ് വാങ്ങിക്കുന്നത്. അതിൻ്റെ ഒരു ഹാപ്പിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഓണത്തിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ ഓണത്തിരക്കിനിടയിൽ പറ്റിയില്ല. അപ്പോൾ ഈ ഓണക്കിറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ വളരെ ആകാംക്ഷയോടെ ഞാൻ ഈ ഓണക്കിറ്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എന്തൊക്കെയാണെന്ന് നോക്കാം. നിറയെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കിട്ടിയിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ, കേരാസോദിന്റെ കോക്കനട്ട് ഓയിലാണ്. മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഇതാണ് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ. അപ്പോൾ അത് നമുക്ക് നോക്കാം. അത് എത്രയാണെന്ന് നോക്കാം. 500 മില്ലിയാണ് ഇവിടെ അവർ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഇവിടെ വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണെന്ന്. നെക്സ്റ്റ് സാമ്പാർ പൗഡറാണ്. ഓണത്തിന് സാമ്പാർ ഇല്ലാതെ പറ്റില്ലല്ലോ എന്തായാലും. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ കിച്ചൺ ട്രഷറിൻ്റെ ആണ്. അതും ഒരു 100 ഗ്രാമാണ്. അടിപൊളി എന്തായാലും. പിന്നെ അടുത്തതായിട്ട് ആച്ചിയുടെ ചില്ലി പൗഡർ. നല്ല കളറുണ്ട് കേട്ടോ. ഇത് അടിപൊളിയാണെന്ന് തോന്നുന്നു. അതും 100 ഗ്രാം തന്നെ. അതും ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടിയും ആച്ചിയുടെ തന്നെ. അതും തന്നിരിക്കുന്നത് 100 ഗ്രാം തന്നെ. മഞ്ഞൾപ്പൊടി, അവിയലിനൊക്കെ മഞ്ഞൾപ്പൊടി ഇല്ലാതെ പറ്റില്ല. നെക്സ്റ്റ് മല്ലിപ്പൊടി ശബരിയുടെ മല്ലിപ്പൊടിയാണ്. അതും 100 ഗ്രാം തന്നെ. മല്ലിപ്പൊടി രസം, സാമ്പാർ, പിന്നെന്താ, അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ടല്ലോ എന്തായാലും സദ്യക്ക്. അപ്പം അതിലൊക്കെ ഇടാൻ എന്തായാലും സംഭവം അടിപൊളി. അതൊരു സൈഡിൽ വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വിഭവം ഉണ്ടല്ലോ നമ്മുടെ പഞ്ചസാര നല്ല ഒരുപാടുണ്ട് കേട്ടോ. ഇത് 1 കിലോ ആണെന്ന് തോന്നുന്നു. ഇത് 1 കിലോ. ഓക്കെ, നമുക്ക് പായസത്തിന് എന്തായാലും പഞ്ചസാര ഇല്ലാതെ പറ്റില്ല. നെക്സ്റ്റ് പഞ്ചസാരയുടെ ഒരു ചെറിയൊരു ഇതും കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കൂടി ചേർത്ത് എനിക്ക് തോന്നുന്നു ഇത് ഒരു 1.5 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പാൽപ്പായസവും പാലടയും ഒക്കെ വെക്കാൻ പഞ്ചസാര നിർബന്ധമാണ്. പിന്നെ അവർ തന്നിരിക്കുന്നത് സേമിയം പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണല്ലോ ശരിക്കും. അത് വറുത്ത് ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ പഞ്ചസാരയും പാലും ഒക്കെ ചേർത്ത് അടിപൊളി. പിന്നെ അവർ തന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാ നുറുക്ക് ഗോതമ്പ്. ഇത് 1 കിലോ 1 കിലോ ആണോ 1/2 കിലോ ആണോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് ഇത് 1 കിലോ ആയിട്ടാണ് തോന്നുന്നത്. ഇത് എന്താ പറയാ, ഇതും നല്ല ഗോതമ്പിന്റെ ഒരു പായസം നമുക്ക് ഉണ്ടാക്കാം ഓണത്തിന്. പിന്നെ കൊടുത്തിരിക്കുന്നത് ചെറുപയർ പായസം. ഇത് ചെറുപയർ പായസം പറഞ്ഞാൽ ഇത് തൊലിയോടെയുള്ള ചെറുപയറാണ്. ഇത് വറുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ പരിപ്പ് എടുത്തിട്ട് വേണം നമുക്ക് ചെറുപയർ പായസം ഉണ്ടാക്കാൻ. ഓക്കെ, പരിപ്പ് പായസം. പിന്നെ അടുത്തതായിട്ടാണ് നമ്മുടെ പപ്പടം. ഇത് കണ്ടോ, പപ്പടം എന്ന് പറയുമ്പോണ്ടല്ലോ സദ്യക്ക് പപ്പടം ഇല്ലേ പോയി. അത് ചെറുപയർ പായസത്തിന്റെ കൂടെ സേമിയ പായസത്തിന്റെ കൂടെ നിങ്ങൾ പപ്പടവും പഴവും ഇട്ട് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ മക്കളെ, അടിപൊളിയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഓണം കിറ്റ്. എന്തായാലും അടിപൊളി സദ്യ ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ ഞാൻ ഇട്ട് തരാം. എന്തായാലും ഞാൻ ഗോതമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നുറുക്ക് ഗോതമ്പത്തിന്റെ പായസം ഉണ്ടല്ലോ, അത് ശരിക്കും അടിപൊളിയാണ്. ശർക്കരയുടെ ചെറിയൊരു കുറവുണ്ട് എന്ന് എനിക്ക് സംശയം, എങ്കിലും കുഴപ്പമില്ല. എനിക്ക് പഞ്ചസാര നിറയെ കിട്ടി. അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ച് ഞാനൊരു എന്തായാലും അടിപൊളി സദ്യയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതിൻ്റെ പിക്ചർ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓണത്തിനെ പറ്റിയിട്ടുള്ള റെസിപ്പീസ് കൂടുതലായി അറിയാനായി എനിക്ക് രണ്ടാമതൊരു ചാനലുണ്ട്. അതാണ് റീൻസ് ഫുഡി വേൾഡ്. അതിൽ നിങ്ങൾക്ക് പോയി നോക്കാം. പിന്നെ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നതായിരിക്കും. അതിൻ്റെ റെസിപ്പീസ് ഓണം റെസിപ്പീസൊക്കെ ഞാൻ ഇട്ട് തരാം. അപ്പോൾ നിങ്ങളതൊന്ന് പോയി കാണുക. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതാണ് എൻ്റെ കൊച്ചു ഓണസദ്യ. ഈ വിഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ബൈ, ലവ് യു ഓൾ, ടേക്ക് കെയർ.